ഇപ്പൊ ആണും ആണും ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് വ്യാപകമായ പ്രചാരണങ്ങൾ വരുന്നു. പ്രമുഖനായ ഒരു സിനിമാ നടൻ ഈയിടെ ഒരു ചാനലിൽ വന്ന് ഒരു വൃത്തികെട്ട പരിപാടിക്കിടയിൽ ഇങ്ങനെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളോട് ആരോ മോശമായി പറഞ്ഞു, അവരെ പരിഹസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞത് ലോകം മൊത്തം അംഗീകരിക്കുന്നതാണ് ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധം. എന്നിട്ട് നിങ്ങൾ അതിനെ എതിർക്കുകയാണോ? ഒന്ന് എന്ത് പോഴത്താണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതും ആ ചാനലിലെ ആ പ്രവൃത്തിയും ആ ഒരു പ്രോഗ്രാമും സമൂഹത്തിന് എന്ത് ഗുണാണ് ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ചു ലോകത്തെ എവിടെയാണ് ലെസ്ബിയൻ ഗേ ബന്ധങ്ങളെ സമൂഹം മൊത്തം അംഗീകരിച്ചത്? എവിടെയാണ് ട്രാൻസ്ജെൻഡറിനെ ലോകം മൊത്തം അംഗീകരിച്ചത്? ട്രംപ് എല്ലാവിധ കുസൃതിയുടെയുമാണ്. പക്ഷെ അയാൾ ഭരണത്തിലേറിയിട്ട് ആദ്യം പറഞ്ഞത് അമേരിക്കയിൽ ആണും പെണ്ണേ ഉള്ളൂ, അതിന്റെ ഇടയിൽ വേറെ സാധനം ഇല്ല എന്നാണ്. ഇന്ത്യ കൊല്ലുന്നാണ് അയാൾ പറഞ്ഞത്. ജപ്പാൻ നിരോധിച്ചു, ജർമ്മനി നിരോധിച്ചു. ലിബറലിസം കണ്ടുപിടിച്ച നാടാ ജർമ്മനി. നമ്മുടെ മക്കൾ പഠിച്ചിട്ടുണ്ട്. 1798 മുതലുള്ള 10 വർഷം ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അതിനുശേഷമാണ് ലിബറലിസം വ്യവസ്ഥാപിതമായി വരുന്നത്. അതിനുശേഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരണത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിലാണ് ലിബറലിസം പുഷ്കലമായി താഴ്ച വളർന്നത്. ആ നാട് നിരോധിച്ചു. എന്നിട്ട് പറയാം ലോകം മൊത്തം അംഗീകരിച്ച ഒരു സംഗതിയെ നിങ്ങളെങ്ങനെ എതിർക്കുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ചു, അതൊരു നല്ല മഹത്വമുള്ള പരിപാടിയാണെങ്കിൽ